ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് രൂപങ്ങൾ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? എന്താണ് ഈ പേജിൽ കാണുന്നത്? കുറേ ചിത്രങ്ങളുണ്ട് അല്ലേ? ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത് രൂപങ്ങൾ ഉപയോഗിച്ചാണ്. ഏതൊക്കെ രൂപങ്ങളാണ് അതിലുള്ളത്? വൃത്തമുണ്ട്, അതുപോലെ തന്നെ ചതുരമുണ്ട്, ത്രികോണമുണ്ട്. കണ്ടില്ലേ? വീടും മരവും അതുപോലെ തന്നെ ആ മലയും സൈക്കിളിൻ്റെ ചക്രവും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് രൂപങ്ങൾ കൊണ്ടാണ്. ചിത്രത്തിൽ തന്നിരിക്കുന്ന രൂപങ്ങൾ പരന്ന രൂപങ്ങളാണ്, 2D ഷേപ്സ് ആണ്. അതിൽ ചുവപ്പ് നിറത്തിലുള്ളതാണ് ചതുരം, നീല നിറത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ത്രികോണം, മഞ്ഞ നിറത്തിലുള്ളതാണ് വട്ടം അല്ലെങ്കിൽ വൃത്തം. ചതുരത്തിന് നീളവും വീതിയിലുമുള്ള 4 വശങ്ങളുള്ള ആകൃതിയാണ്. അതുപോലെ തന്നെ 4 കോണുകളുമുണ്ട്. ത്രികോണത്തിന് 3 വശങ്ങൾ കൂട്ടിമുട്ടുന്ന ആകൃതിയാണ്. 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ട്. വട്ടം വളഞ്ഞ വശമുള്ള ഉരുണ്ട പരന്ന ആകൃതി, വശങ്ങളില്ല, കോണുകളില്ല. പ്രവേശനോത്സവം. അനുവും സുബിയും 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പ്രവേശനോത്സവത്തിന് അവരുടെ സ്കൂൾ അലങ്കരിച്ചിരിക്കുന്നു. തോരണത്തിന് നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കൂ. അപ്പോൾ അനുവിൻ്റെയും സുബിയുടെയും സ്കൂളിലെ പ്രവേശനോത്സവത്തിന് തോരണം തയ്യാറാക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അത് നിറം കൊടുത്ത് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തോരണത്തിലെ ഓരോ രൂപവും എത്ര വീതമെന്ന് എഴുതൂ. കണ്ടില്ലേ? ചതുരം, അതുപോലെ തന്നെ ത്രികോണം, വട്ടം. അപ്പോൾ എത്രയാണ് എന്ന് എണ്ണി നോക്കി എഴുതണം. ചതുരം 10, ത്രികോണം 30, വട്ടം 21. ആശംസാ കാർഡ്. ഈ വർഷം പുതിയതായി വന്ന വിധുവിന് ആശംസാ കാർഡ് കൊടുക്കണം. സുബിയും കൂട്ടുകാരും പൊട്ടുകൾ ഒട്ടിച്ചും ചിത്രങ്ങൾ വരച്ചും കാർഡ് തയ്യാറാക്കുകയാണ്. നിങ്ങളും സഹായിക്കൂ. അപ്പോൾ പുതിയതായി വന്ന വിധുവിന് ഒരു ആശംസാ കാർഡ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് നിങ്ങളോടും സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിലെ പൊട്ടിനോട് ചേർന്ന് ചുറ്റും അതേ വലിപ്പത്തിലുള്ള എത്ര പൊട്ടുകൾ ഒട്ടിക്കാൻ കഴിയും? കണ്ടില്ലേ? ഒരു പൊട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിനോട് ചേർന്ന് എത്ര പൊട്ടുകൾ ഒട്ടിക്കാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ഊഹിച്ചത് എത്രയാണ്? അതുപോലെ തന്നെ പൊട്ടുകൾ ഒട്ടിച്ചപ്പോൾ കിട്ടിയ എണ്ണം അതും എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം. ഞാൻ ഊഹിച്ചത് 8 പൊട്ടുകളായിരുന്നു. എന്നാൽ പൊട്ടുകൾ ഒട്ടിച്ചപ്പോൾ കിട്ടിയ എണ്ണം 6 ആണ്. കണ്ടില്ലേ? ആശംസാ കാർഡ് തയ്യാറായി. എന്താണ് എഴുതിയിരിക്കുന്നത്? വിധുവിന് സ്വാഗതം. നിങ്ങൾക്കും വരയ്ക്കാമോ? വട്ടങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചിത്രം നോക്കൂ, നിറം കൊടുക്കൂ. കണ്ടില്ലേ? വട്ടങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചിത്രമാണ്. നിങ്ങളോടും ഇതുപോലെ വട്ടങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ച ചിത്രം ഇതാണ്. നിങ്ങൾക്ക് മറ്റു ചിത്രങ്ങൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണ് വട്ടം വരച്ചത്? നമുക്ക് വളയോ അതുപോലെ തന്നെ എന്തെങ്കിലും വട്ടത്തിലുള്ള ഒരു സാധനം വെച്ച് വരച്ചു നോക്കാം അല്ലേ? മറ്റേതൊക്കെ രീതിയിൽ വട്ടം വരയ്ക്കാം? അതുപോലെ തന്നെ കോമ്പസ് ഉപയോഗിച്ച് വട്ടം വരയ്ക്കാം. അതുപോലെ തന്നെ വട്ടത്തിലുള്ള ഏതെങ്കിലും കുപ്പിയുടെ മൂടി, ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വട്ടം വരയ്ക്കാവുന്നതാണ്. തോണിയിൽ എന്തൊക്കെ? വിധുവിന് ആശംസാ കാർഡ് ഇഷ്ടപ്പെട്ടു. അവൻ തൻ്റെ കയ്യിലുള്ള തോണി അവർക്ക് കൊടുത്തു. കണ്ടില്ലേ? ഒരു കടലാസ് തോണിയാണ്. തോണി നിവർത്തിയത് നോക്കൂ. അതിൽ എന്തെല്ലാം രൂപങ്ങളുണ്ട്? രൂപങ്ങളുടെ എണ്ണം എഴുതി പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ ആ കടലാസ് തോണി നിവർത്തി നോക്കിയപ്പോൾ അതിൽ ഏതൊക്കെ രൂപങ്ങളാണ് കാണുന്നത്? ചതുരവുമുണ്ട്, അതുപോലെ തന്നെ ത്രികോണവുമുണ്ട്. എത്ര വീതമാണ് ഉള്ളത്? നമുക്ക് എഴുതാം. 4 ചതുരവും 10 ത്രികോണവും. കടലാസ് നിവർത്തി മടക്കുകളിലൂടെ മുറിച്ച് കിട്ടിയ രൂപങ്ങൾ അത് നോട്ട്ബുക്കിൽ ഒട്ടിച്ചത് നോക്കൂ. ഇതുപോലെ പല രീതിയിൽ ഒട്ടിച്ച് വേറെ ചിത്രങ്ങൾ ഉണ്ടാക്കൂ. അപ്പോൾ ആ കടലാസ് നിവർത്തി മടക്കുകളിലൂടെ മുറിച്ച് പല പല രൂപങ്ങൾ ഉണ്ടാക്കിയതാണ് കാണുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കി നോട്ട്ബുക്കിൽ ഒട്ടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് രൂപങ്ങൾ ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ചതുരം 2ആയി മുറിച്ചെടുത്ത് വശങ്ങൾ പല വിധത്തിൽ ചേർത്ത് വെച്ച് നോക്കൂ. എന്തെല്ലാം രൂപങ്ങൾ ഉണ്ടാക്കാം? ഇനി 4ആയി മുറിച്ചെടുത്ത് നോക്കൂ. ഒരു ചതുരമാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ നടുവിലൂടെ 2ആയി മുറിച്ചപ്പോൾ ഏതു രൂപമാണ് നമുക്ക് കിട്ടുക?
ത്രികോണമാണ് കിട്ടുന്നത് അല്ലേ? ഇനി 4 മുറിച്ചാലോ? കോണോട് കോൺ മുറിക്കുകയാണെങ്കിൽ നമുക്ക് ത്രികോണം കിട്ടും. അല്ല, നേരെയുള്ള വരയിലൂടെ മുറിക്കുകയാണെങ്കിൽ 4 ചതുരങ്ങൾ കിട്ടും. രൂപങ്ങൾ ഉണ്ടാക്കാം. അനുവും കൂട്ടുകാരും ഈർക്കിൽ കഷ്ണങ്ങൾ വെച്ച് ചതുരം, ത്രികോണം എന്നിവ ഉണ്ടാക്കുകയാണ്. ഒരേ നീളമുള്ള 24 ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ചതുരങ്ങളും ത്രികോണങ്ങളും ഉണ്ടാക്കൂ. എണ്ണം പട്ടികയിൽ എഴുതൂ. അപ്പോൾ ഈർക്കിൽ ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിൽ 24 ഈർക്കിൽ കഷ്ണങ്ങളാണ് ഉള്ളത്. അതുപയോഗിച്ച് എത്ര ചതുരം ഉണ്ടാക്കാം, അതുപോലെ തന്നെ എത്ര ത്രികോണം ഉണ്ടാക്കാം എന്ന് എഴുതണം. അപ്പം നമുക്ക് നോക്കി എഴുതാം. ത്രികോണം ഉണ്ടാക്കാൻ കഴിഞ്ഞത് 8 എണ്ണമാണ് അല്ലേ? 8 ഗുണിക്കണം 3 24 കിട്ടും. അതുപോലെ തന്നെ ചതുരം 4 ഭാഗങ്ങളാണ്. 6 ഗുണിക്കണം 4 24. ചതുരം, ത്രികോണം ഇവിടെ വരച്ചു ചേർക്കുക. ചതുരം എന്നെഴുതിയെടുത്ത് ചതുരം വരയ്ക്കണം. അതുപോലെ തന്നെ ത്രികോണം എന്നുള്ളിടത്ത് ത്രികോണം വരയ്ക്കണം. ഒരു ചതുരം ഉണ്ടാക്കാൻ എത്ര ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ചു? 4 ഈർക്കിൽ കഷ്ണങ്ങളാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഒരു ത്രികോണം ഉണ്ടാക്കാനോ 3 ഈർക്കിൽ കഷ്ണങ്ങളാണ് ഉപയോഗിച്ചത്. ടൈലിലെ ചിത്രങ്ങൾ. വിദ്യാലയത്തിന് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ സ്മാർട്ട് ക്ലാസ് മുറിയുടെ തറയിൽ ടൈൽ പതിച്ചിട്ടുണ്ട്. നന്നായിട്ടില്ലേ? കണ്ടോ, ഗ്രാമപഞ്ചായത്ത് വിദ്യാലയത്തിന് നൽകിയ സ്മാർട്ട് ക്ലാസ് മുറിയുടെ തറയിൽ പതിച്ചിരിക്കുന്ന ടൈലാണ് കാണുന്നത്. കുട്ടികൾ വരച്ച് നിറം നൽകിയ ടൈൽ ഡിസൈനുകൾ നോക്കൂ. അതുപോലെ തന്നെ ഇനി തന്നിരിക്കുന്നത് കുട്ടികൾ വരച്ച് നിറം നൽകിയ ടൈലിൻ്റെ ഡിസൈനുകളാണ്. കണ്ടില്ലേ? അനു, അതുപോലെ തന്നെ സുബി, വിധു ഇവരൊക്കെ വരച്ച ടൈലിൻ്റെ ഡിസൈനുകളുണ്ട്. ചുവടെ തന്നിട്ടുള്ള കുത്തുകൾ യോജിപ്പിച്ച് ഒരു ടൈൽ ഡിസൈൻ തയ്യാറാക്കി നിറം കൊടുക്കൂ. കുത്തുകൾ എങ്ങനെയെല്ലാം ചേർത്ത് വരയ്ക്കാമെന്ന് ആലോചിക്കണേ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന കുത്തുകൾ യോജിപ്പിച്ച് ഒരു ടൈൽ ഡിസൈൻ തയ്യാറാക്കി നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുത്തുകളിട്ട വരയിലൂടെ മുറിച്ചാൽ കിട്ടുന്ന രൂപം എന്താണ്? നോക്കൂ. ആ കുത്തുകളിട്ട വരയിലൂടെ മുറിക്കുമ്പോൾ നമുക്ക് ത്രികോണമാണ് കിട്ടുക. രണ്ടാമത്തേത് ബി, അതും കുത്തുകളിട്ട വരയിലൂടെ മുറിക്കുമ്പോൾ നമുക്ക് ചതുരം കിട്ടും. സി, അതും കുത്തുകളിട്ട വരയിലൂടെ മുറിക്കുമ്പോൾ നമുക്ക് ചതുരം തന്നെയാണ് കിട്ടുന്നത്. താഴെ തന്നിട്ടുള്ള രൂപങ്ങളെ ഒരു വര വരച്ച് 2 ത്രികോണമാക്കുക. വരച്ചു നോക്കൂ. കഴിയാത്തവ ഏതെല്ലാം? ത്രികോണമാക്കാൻ കഴിയാത്തത് ഡിയും ഇയുമാണ്. അടുത്തതാര് വരച്ചു ചേർക്കൂ. കണ്ടില്ലേ ഓരോ രൂപങ്ങൾ? അപ്പോൾ അടുത്തത് ഏതായിരിക്കും? ഒരു ചതുരവും അതുപോലെ തന്നെ ത്രികോണവുമാണ് ഉള്ളത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ മുകളിലേക്ക് വലതുവശത്തേക്കുണ്ട്, അതുപോലെ തന്നെ താഴെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ആ ത്രികോണമുണ്ട്. അപ്പോൾ വിട്ടുപോയിരിക്കുന്നത് മുകൾ ഭാഗത്ത് ഇടതു ഭാഗത്ത് ത്രികോണം വരച്ചു ചേർക്കണം. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തേത് ഒരു ത്രികോണവും വൃത്തവുമാണ്. അപ്പോൾ അത് അടുത്തത് വരുന്നത് എവിടെയാണ്? വലതുവശത്ത് നടുവിലായിട്ടാണ് ആ ത്രികോണത്തിൻ്റെ വൃത്തം വരുന്നത്. ഇതുപോലെയുള്ള വേറെ പാറ്റേണുകൾ വരയ്ക്കാമോ? കണ്ടില്ലേ? ഇതുപോലെ പലതരത്തിലുള്ള പാറ്റേണുകൾ നമുക്ക് വരയ്ക്കാം. ചുറ്റുപാടും കാണുന്ന രൂപങ്ങൾ. ചിത്രത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ളവ ഏതെല്ലാം രൂപങ്ങളാണ് നമുക്കതിൽ പരിചയമുള്ളത്? വൃത്തമുണ്ട്, അതുപോലെ തന്നെ ത്രികോണമുണ്ട്, ചതുരമുണ്ട്. കണ്ടില്ലേ? വൃത്തം എന്നാൽ വട്ടം. നിങ്ങളുടെ സ്കൂളിലും പരിസരത്തുമുള്ള താഴെ പറയുന്ന ആകൃതിയിലുള്ള വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കുക. ചതുരത്തിലുള്ളത് വേണം, ത്രികോണത്തിലുള്ളത് വേണം, വട്ടത്തിലുള്ളത് വേണം. ചതുരത്തിലുള്ളതിന് ഉദാഹരണം പുസ്തകം, വാതിൽ, ജനൽ, ബെഞ്ച്, ഫോൺ. ത്രികോണത്തിന് തൊപ്പി, കൊടിതോരണം, സമോസ, മേൽക്കൂര, പിസ്സ കഷ്ണം. ഇനി വട്ടം ക്ലോക്ക്, പന്ത്, നാണയം, വള, പ്ലേറ്റ്. മരക്കട്ട രൂപങ്ങൾ. അനുവും കൂട്ടുകാരും മരക്കട്ടകൾ ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ്. നിങ്ങളും ഇങ്ങനെ കളിക്കുക. ആരാണ് ഏറ്റവും ഉയരത്തിൽ അടുക്കിയത്? കണ്ടില്ലേ? അനുവും കൂട്ടുകാരും മരക്കട്ട ഉപയോഗിച്ച് കളിക്കുകയാണ്, രൂപങ്ങൾ ഉണ്ടാക്കി. ഇനി ആരാണ് ഏറ്റവും കൂടുതൽ ഉയരത്തിൽ അടുക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് 2D ഷേപ്സ് ആയിരുന്നു അല്ലേ, പരന്ന രൂപങ്ങൾ. ഇത് ഘനരൂപങ്ങളാണ്. ഏതൊക്കെയാണ്? ചതുരക്കട്ട, ഗോളം. കണ്ടില്ലേ, ആദ്യം കാണുന്നതാണ് ചതുരക്കട്ട, രണ്ടാമത്തേത് ഗോളം. ചതുരക്കട്ട കനമുള്ള പെട്ടി പോലെയുള്ള ഒരു ആകൃതിയാണ്. അതിൻ്റെ പ്രത്യേകത 6 പരന്ന മുഖങ്ങളുണ്ട്, 12 വശങ്ങളുണ്ട്, 8 മൂലകളുണ്ട്. ഇനി ഗോളം എല്ലാ വശവും ഒരുപോലെ ഉരുണ്ട ഘനരൂപമാണ്. ഒരു വളഞ്ഞ മുഖം മാത്രമുണ്ട്, വശങ്ങളില്ല, മൂലകളില്ല. ചതുരക്കട്ടകളുടെയും ഗോളത്തിൻ്റെയും ആകൃതിയിലുള്ള വസ്തുക്കളുടെ പേരെഴുതൂ. ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള വസ്തുക്കൾ എഴുതണം, അതുപോലെ തന്നെ ഗോളങ്ങൾ ആ രൂപത്തിലുള്ളതും എഴുതണം. ഇഷ്ടിക ഒരു ചതുരക്കട്ടയാണ്, അതുപോലെ തന്നെ പന്ത് ഒരു ഗോളമാണ്. ചതുരക്കട്ടയ്ക്ക് ഉദാഹരണം ഇഷ്ടിക, തീപ്പെട്ടി, പാഠപുസ്തകം, റബ്ബർ, പെട്ടി ഇതൊക്കെയാണ്. ഇനി ഗോളത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് പന്ത്, നെല്ലിക്ക, നാരങ്ങ, ഗ്ലോബ്, ലഡു. വെജിറ്റബിൾ പ്രിൻറ്റിംഗ്. പ്രവൃത്തി പരിചയമേളയിലെ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് മത്സരത്തിൽ വിധു തയ്യാറാക്കിയ മേശവിരിയാണിത്. വെണ്ടക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള എന്നീ പച്ചക്കറികളാണ് ഉപയോഗിച്ചത്. നിങ്ങളും വെജിറ്റബിൾ പ്രിൻറ്റുകൾ തയ്യാറാക്കൂ. അപ്പോൾ പ്രവൃത്തി പരിചയമേളയിൽ പ്രിൻറ്റിംഗ് മത്സരത്തിൽ വിധു തയ്യാറാക്കിയ ഒരു മേശവിരിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് വെണ്ടയ്ക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള എന്നീ പച്ചക്കറികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളും പ്രിൻറ്റുകൾ തയ്യാറാക്കണം. 7-ാം പേജിലെ ചിത്രങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? ചിത്രത്തിൽ ഏതെല്ലാം രൂപങ്ങളുണ്ട്? ആദ്യത്തെ പേജിലുള്ളതാണ് അല്ലേ. അതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഈ വീടാണ്. ഇതിൽ തന്നിരിക്കുന്ന രൂപങ്ങൾ എന്ന് പറയുന്നത് ചതുരം, ത്രികോണം, വട്ടം. അതുപോലൊന്ന് മണൽ തട്ടിൽ ഉണ്ടാക്കൂ. രൂപങ്ങൾ ചേർത്ത് വരയ്ക്കാം. ത്രികോണം, ചതുരം, വട്ടം എന്നിവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഒരു രൂപം വരയ്ക്കുക. അപ്പോൾ നമുക്ക് വരച്ചു നോക്കാം. കണ്ടില്ലേ, ഇതാണ് ചതുരം, വട്ടം, ത്രികോണം എന്നിവ ഉപയോഗിച്ച് വരച്ച ഒരു ചിത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാവുന്നതാണ്. ചിത്രത്തിന് നിറം കൊടുത്ത് ഭംഗിയാക്കൂ. കണ്ടില്ലേ, രൂപങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചിത്രമാണ്. മരത്തിൽ ത്രികോണവും ചതുരവുമുണ്ട്, അതുപോലെ തന്നെ ഒരു നായ്ക്കുട്ടിയുണ്ട്. അതിൽ ത്രികോണമുണ്ട്, ചതുരമുണ്ട്, വട്ടമുണ്ട്. ഇനി വീട്ടിലോ ത്രികോണവും ചതുരവുമുണ്ട്, അതുപോലെ തന്നെ സൂര്യൻ, വട്ടം. തന്നിരിക്കുന്ന മയിലിൻ്റെ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ത്രികോണങ്ങളാണ്. അപ്പോൾ എല്ലാത്തിനും നിറം കൊടുത്ത് ഭംഗിയാക്കണം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും പാഠം നന്നായി പഠിച്ച് പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു നോക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്